കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് നിധി വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കും ഓഫീസിലേക്ക് പോകുന്നത്. ഒരിക്കലും സുധീഷ് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തു കൂട്ടിയല്ലോ. ഒടുവിൽ നിധിയുടെ ഫ്രണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി. എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കും. നിധിയുടെ ആ ഒരു മുഖഭാവം എല്ലാം കാണുന്ന സമയത്ത് തന്നെ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിധി ആദ്യം പറയുന്നത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കും. പക്ഷേ നിധിയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ കൂട്ടുകാരി വിടാതെ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണല്ലോ ചോദിക്കുന്നത് എന്നൊക്കെ കരുതിക്കൊണ്ട് നിധി ആ ഒരു കാര്യം ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് എന്നൊക്കെ പറയും. അല്ല, അതിന് പ്രത്യേകിച്ച് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ നിധി പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴേക്കും ഹോസ്റ്റൽ താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അതെ, അവിടുന്ന് കുറേ ദൂരം കാണുമോ ഇങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഒരു 10-20 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അവൾ മറുപടി നൽകി. എപ്പോഴും ബസ് റൂട്ടുള്ളതാണ്, ഒരു ബസ് കയറി ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നല്ല എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ കൊള്ളാമെന്നുണ്ട് എന്ന് നിധി പറയാണ്. ആഹാ, ഇതെന്താ അങ്ങനെ? നീ ഇപ്പോൾ കസിൻ്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറുന്നത് എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ അതെ, എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇനിയിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, എനിക്കൊരു ജോലി കിട്ടിയില്ലേ. അവിടെയാണെങ്കിലും രാവിലെ എനിക്ക് അവർക്ക് ഫുഡ് ഉണ്ടാക്കി തരണം, അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ. ഹോസ്റ്റലിലേക്ക് മാറുകയാണെങ്കിൽ എല്ലാം എളുപ്പമായല്ലോ എന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഞാൻ റൂമിൻ്റെ കാര്യമൊന്ന് ചോദിച്ചു നോക്കാമെന്ന് കൂട്ടുകാരി ഏറ്റു. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ? റൂം നീയൊന്ന് അന്വേഷിക്കുമെന്ന് നിധി ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് ചോദിച്ചിട്ട് ഇറങ്ങാമെന്ന് പറയും. അങ്ങനെ നേരത്തെ പോയി റൂമൊക്കെ ചോദിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നിധിക്കത് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി. ആ സമയത്തിന് സുധീഷാണെങ്കിൽ ആകെപ്പാടങ്ങനെ വിഷമിച്ച് തളർന്ന് ഹരീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹരീഷിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സുധീഷിനെ കണ്ടപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ? ഒന്നും പറയണ്ട, ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോൾ ആകെപ്പാടെ മനസ്സിനൊരു സുഖമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്നൊക്കെ സുധീഷ് ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞു. ആ സമയത്തിന് ഹരീഷ് അങ്ങ് ദേഷ്യപ്പെട്ടു. നീ മിണ്ടിപ്പോവരുത്. നീ ഒരൊറ്റ ഒരുത്തം കാരണം ഇന്നലെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നോ? നാണമുണ്ടോടാ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹരീഷ് അവനെ നല്ലതുപോലെ ചീത്ത പറഞ്ഞു. അന്നേരം സുധീഷ് പതിയെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കടാ. എന്നോട് ക്ഷമ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പാവം നിധിയെടുത്ത് എത്രമാത്രം സങ്കടമായി കാണുമെന്ന് നിനക്കറിയാമോ? നീ എന്താടാ ഇങ്ങനെയെന്ന് ഹരീഷ് വീണ്ടും ദേഷ്യപ്പെട്ട് ചോദിച്ചു. എടാ, അത് പിന്നെ അച്ഛൻ ഓരോന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്ന് സുധീഷ് ന്യായീകരിക്കാൻ നോക്കി. അച്ഛൻ ഇന്നും ഇന്നലെയും ഒന്നുമല്ലല്ലോ. അങ്ങനെ നീ കാണാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ലല്ലോ. അങ്ങേരുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. എന്നിട്ടും അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നീ വന്നിരിക്കുന്നു. അയാൾ ഓരോന്നും പറയുന്നതും കേട്ട് നീ വിശ്വസിക്കാൻ പോവേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ഹരീഷ് ചോദിച്ചു. എടാ, ഇപ്പോഴല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയില്ല ഞാനിപ്പോൾ. എങ്കിൽ പിന്നെ നീ അങ്ങ് അനുഭവിച്ചോ, സ്വന്തമായിട്ട് വരച്ചു വെച്ചതല്ലേ, നീ തന്നെ അങ്ങോട്ട് അനുഭവിച്ചോ എന്ന് ഹരീഷ് കുറ്റപ്പെടുത്തി. അല്ല, നിധിക്ക് വല്ലാത്ത സങ്കടമായി കാണില്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഹരീഷ് കളിയാക്കി പറഞ്ഞു. പിന്നെ നിധിയടുത്തേക്ക് സങ്കടമല്ല, ഭയങ്കര സന്തോഷമായിരിക്കും. രാവിലെ തന്നെ തുള്ളി ചാടിക്കൊണ്ട് ജോലിക്ക് പോകുന്നത് നീ കണ്ടതല്ലേ. പിന്നെ ഇങ്ങനെ കളിയാക്കല്ലേ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ പിന്നെ കളിയാക്കാതെ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? ഹരീഷ് തിരിച്ചു ചോദിച്ചു. ഇപ്പം നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമേ ഇല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഇപ്പോഴല്ല, എനിക്ക് നിന്നെ എപ്പോഴും ഇഷ്ടമല്ല എന്ന് ഹരീഷ് മറുപടി കൊടുത്തു. എടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞു സുധീഷ് ഇങ്ങനെ തമാശക്ക് പറയാണ്. അന്നേരം അങ്ങോട്ടേക്ക് നീതു വന്നു. സുധീഷിനെ കണ്ടപ്പോൾ നീതു ചോദിച്ചു, ഇതെന്താ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഈ കടയിൽ തന്നെ വന്നിരിക്കുകയാണല്ലോ. ഇതെന്താ നീ ഇപ്പം നിന്റെ അനുജന് കൂട്ടുവന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് ഒന്നും മിണ്ടിയില്ല. അല്ല, ഇത്തിരി പ്രൈവസി ആയിട്ട് സംസാരിക്കാമെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ലല്ലോ എന്ന് നീതു പിറുപിറുത്തു. സുധീഷ് വന്നപ്പോൾ ഹരീഷ് ചന്തുവിനെ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിൻ്റെ വരവ്. നീതു ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ സുധീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് നീതുവിനെ രൂക്ഷമായി നോക്കി. പിന്നീട് നീതു ഹരീഷിനോട് പറഞ്ഞു, ഹരീഷേ, ഞാൻ കുറേ കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. സ്പെഷ്യൽ ഗിഫ്റ്റോ എന്ന് ഹരീഷ് അത്ഭുതത്തോട് ചോദിച്ചപ്പോൾ അതെ, എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഇത് കിട്ടിയതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവളൊരു കീ ചെയിൻ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ഹരീഷ് ഇങ്ങനെ നോക്കി നിന്നുപോയി. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ബൈക്കിൻ്റെ കീ ഇങ്ങ് തന്നേ. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് കൊടുക്കാൻ പറഞ്ഞു. കീ വാങ്ങിച്ചിട്ട് ആ ഒരു പുതിയ കീ ചെയിൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ, എൻ്റെ ഹൃദയമാണിത് എന്നൊക്കെ പറയും. ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തു പോകരുത്, നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളമാണിത് എന്നൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ ഇങ്ങനെ അടിക്കായിരിക്കും നീതു. കുറേ സമയം സുധീഷ് ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവനാകങ്ങ് ദേഷ്യം ഇരിച്ചു വരി. നീതു പിന്നെയും പറഞ്ഞു, അതെ, ഇതെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു എന്നങ്ങ് നീ വിചാരിച്ചാൽ മതി.
കാരണം എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഇത് എന്നൊക്കെ പറയും. അങ്ങനെ അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ സുധീഷിന് സഹിക്കെട്ട് അങ്ങോട്ടേക്ക് വന്നു. സുധീഷ് വേഗം ഹരീഷിന്റെ കയ്യിൽ നിന്നും ആ ഒരു കീ ചെയിൻ അങ്ങോട്ടേക്ക് വാങ്ങിച്ച് അതൊന്ന് എറിയാൻ നോക്കി. അന്നേരം നീതു ചോദിച്ചു, ഇതെന്താ സുധീഷേട്ടാ ഈ കാണിക്കുന്നത് എന്താണെന്നോ? അതെ, ഈ കീ ചെയിന് കൂടിപ്പോയാൽ എത്ര വില വരും? ഒരു 10 രൂപ അത്രയല്ലേ ഉള്ളൂ. 10 രൂപയുടെ കീ ചെയിൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് 30 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ? നീ ഇത്ര ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഈ ബാഗിനകത്ത് നിന്ന് എന്തോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ബ്രാൻഡഡ് ഷർട്ടോ അല്ലെങ്കിൽ ജീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്, അല്ലെങ്കിൽ വല്ല ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. ഇത് വെറും 10 രൂപയുടെ കീ ചെയിനല്ലേ നീ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സുധീഷ് അങ്ങ് ചീത്ത പറഞ്ഞു. നിനക്ക് നാണമില്ലേ? വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കാണ് സുധീഷ്. അന്നേരം നീതു പറഞ്ഞു, ദേ സുധീഷ് ഏട്ടാ, വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അതെ, ഞങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കുമോ? ഈ 10 രൂപയുടെ കീ ചെയിനും അല്ലെങ്കിൽ 10 രൂപയുടെ സ്ലൈഡും ഒക്കെ വാങ്ങിച്ചു തന്നാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, ഇനിയിപ്പോൾ അത്രയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, വല്ല ഐഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്ക്, എന്തെങ്കിലും ഉപകാരമുള്ളത് വാങ്ങിച്ചു കൊടുക്ക്. അല്ലാതെ ഈ 10 രൂപയുടെ സാധനം വാങ്ങിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കല്ലേ വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടു. അന്നേരം ഹരീഷ് ഇടയിൽ കയറി പറഞ്ഞു, സുധീഷേട്ടാ ഒന്ന് നിർത്തുമോ? നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് സുധീഷ് അവനെയും വഴക്ക് പറഞ്ഞു. നീതു സങ്കടത്തോടെ പറഞ്ഞു, അപ്പോൾ എൻ്റെ കീ ചെയിന് വിലയില്ല അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നീതു ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ സമയത്തിന് സുധീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എന്നാ നീ ഇത് വെച്ചോ, നിന്റെ പ്രണയത്തിൻ്റെ അടയാളം സൂക്ഷിച്ചു വെച്ചോളാൻ പറയും. ഹരീഷ് പറയുന്നുണ്ട്, അല്ല ഇത് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞതല്ലേ, ഇത് കയ്യിലിരിക്കട്ടെ. സുധീഷേട്ടൻ വിട്ടില്ല. അല്ല, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, പോയ സാധനമുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനെ നല്ലതുപോലെ കളിയാക്കി. ഹരീഷ് ആണെങ്കിൽ വല്ലാതെ അങ്ങനെ ചമ്മി നിൽക്കുമായിരിക്കും. പിന്നീട് നിധിയും കൂട്ടി അവളുടെ ഫ്രണ്ട് നേരെ ആ ഒരു ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഹോസ്റ്റൽ വാർഡൻ പറയുന്നുണ്ട്, ഇവിടെ ഗസ്റ്റുകളൊന്നും അനുവദിക്കില്ല എന്ന്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാ നീ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അവൾ പറയും, മാഡം ഇത് ഗസ്റ്റ് അല്ല, ഇവിടെ റൂം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. എവിടുന്നാ എന്നൊക്കെ വാർഡൻ ചോദിക്കുന്ന സമയത്തിൻ്റെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, പേര് നിധി. വീട് കുറച്ച് ദൂരെയാണ്, കസിൻ്റെ വീട്ടിലായപ്പോൾ താമസം. ദിവസം വന്നു പോവാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് റൂമിലേക്ക് മാറാൻ തീരുമാനിച്ചത് എന്നൊക്കെ അവർ വിശദീകരിച്ചു. അപ്പോൾ റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് വാർഡൻ ചോദിച്ചപ്പോൾ ഷെയറിംഗ് റൂമാണെങ്കിൽ 7000 രൂപയാണെന്നും സിംഗിൾ ആണെങ്കിൽ 8000 രൂപയാവുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ 3 മാസത്തെ ഫീസ് അഡ്വാൻസ് ആയിട്ട് തരണമെന്ന് കൂടി പറഞ്ഞു. അത്രയും തുക തൻ്റെ കയ്യിലിപ്പോൾ എടുക്കാനില്ല എന്ന കാര്യം നിധിക്ക് നന്നായിട്ട് അറിയാം. നിധി പെട്ടെന്ന് പറഞ്ഞു, മാഡം അത്ര രൂപയൊന്നും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, എങ്കിലും ഒരു കാര്യം ചെയ്യേ, 2 മാസത്തെ ഫീസ് തന്നാലും മതിയെന്ന് വാർഡൻ പറഞ്ഞു. പക്ഷേ നിധിയുടെ കയ്യിൽ അതിനുള്ള പണം പോലും ഇല്ലായിരുന്നു. ഒടുവിൽ നിധി ചോദിച്ചു, അതെ 1 മാസത്തെ വാടക പകുതി തരാം. അങ്ങനെ ശരിയാവോ? 1 മാസത്തെ വാടക പകുതിയോ? അതൊന്നും ഒരിക്കലും ശരിയാവില്ല, പറ്റത്തില്ല എന്ന് തന്നെ വാർഡൻ കർക്കശമായി പറഞ്ഞു. അന്നേരം നിധിയുടെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നിധി അത് വേണ്ട എന്ന് തന്നെ പറയാണ്. ഫ്രണ്ട് നിധിയെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, എടി ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിധി പറഞ്ഞു, നീ ഒന്നുകൂടി അവരോടൊന്ന് സംസാരിച്ച് നോക്ക്. ഫസ്റ്റ് സാലറി കിട്ടിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഞാനിത് തന്നോളാം, ബാക്കി പൈസ കൊടുത്തോളാം. ആ കാര്യം ഓർത്തുകൊണ്ട് അവർ പേടിക്കണ്ട എന്നൊക്കെ പറയും. കാര്യമൊക്കെ ശരിയാണ്, അവരോട് പറഞ്ഞ് മനസ്സിലാവണ്ടേ, നീ ഒന്നുകൂടി പോയി ചോദിച്ചു നോക്കാൻ ഫ്രണ്ട് പറഞ്ഞു. ഒടുവിൽ നീതി വാർഡൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, മാഡം പ്ലീസ്, ഞാനിപ്പോൾ പകുതി പൈസ തരാം, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അഡ്മിഷൻ ശരിയാക്കി തരണം. ഈ മാസം അവസാനത്തിന് മുൻപേ തന്നെ ബാക്കി പൈസ മുഴുവനായിട്ട് ഞാൻ തന്നു തീർത്തോളാം എന്നൊക്കെ പറയും. അങ്ങനെ ഒടുവിൽ വാർഡൻ അതിന് സമ്മതിച്ചു. നിധിക്ക് അവിടെ റൂം കിട്ടി. അന്നേരം ഇനി വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ. പിന്നീട് നിധി സുഭാഷേട്ടനോ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു. സുഭാഷേട്ടൻ നിധിയെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി. അദ്ദേഹം ഓടി വന്ന് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഇവിടെ വന്നത് എന്ന് ചോദിക്കും. എനിക്ക് സുഭാഷേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താ മോളെ, ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണോ സങ്കടം? സോറി കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അതല്ല സുഭാഷേട്ടാ. എന്താ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ വീട്ടിൽ നിന്നും മാറാൻ തീരുമാനിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാണെന്ന് അവൾ പറഞ്ഞു. ഹോസ്റ്റലിലേക്കോ? ഇത് കേട്ടപ്പോൾ സുഭാഷ് ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. അതേ സുഭാഷേട്ടാ, ഇനി ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല. ഇനിയും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നുകൂടിയതേ. അതുകൊണ്ട് ഇപ്പോൾ വെറുതെ എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നമുണ്ടാക്കുന്നത്? എനിക്കവിടെ നിൽക്കാൻ ഒട്ടും തന്നെ തോന്നുന്നില്ല. എന്തോ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷിനും വല്ലാത്ത വിഷമമായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ, മോളെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും എനിക്ക് പേടിയാവുന്നു എന്ന് നിധി പറഞ്ഞു. സുഭാഷ് പിന്നെ അവളെ നിർബന്ധിക്കാനൊന്നും പോയില്ല. താൻ കാരണം ഒരു പാവം കൊച്ചിന് ആപത്തൊന്നും വരാൻ പാടില്ലല്ലോ. അല്ലെങ്കിലും സുധീഷ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നലെ രാത്രി ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അവൾക്കത് ക്ഷമിക്കാൻ പറ്റില്ലായിരിക്കും. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ അത് തന്നെ ചെയ്തോളൂ മോളെ, ഇനിയിപ്പോൾ നിന്നെ നിർബന്ധിക്കുന്നില്ല.
അങ്ങനെ നിധി തൻ്റെ വീട്ടിലേക്ക് വന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. വൈകുന്നേരം തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാൻ വരണമെന്ന് അവൾ സുഭാഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ചെന്നിട്ട് നിധി നികേഷിനോട് ഈ ഒരു കാര്യം പറയാണ്, ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷിന് ഭയങ്കര സങ്കടമായി. അവനൊട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. കാരണം താൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് നിധിയേട്ടത്തി. നിധിയേട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ അവൻ വീണ്ടും അവിടെ വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയാലോ, അവരവിടെ നിന്ന് പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നികേഷിനത് സഹിക്കാൻ പറ്റിയില്ല. സുധീഷ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നികേഷിന് സുധീഷിനോട് ഭയങ്കര ദേഷ്യം വരികയാണ്. ആ സമയത്തായിരിക്കും സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് ആ ഒരു ദേഷ്യമെല്ലാം തന്നെ സുധീഷിനോട് അങ്ങ് തീർക്കുകയാണ് നികേഷ്. അങ്ങനെ സുഭാഷ് ഏട്ടനെ കൂട്ടിക്കൊടുത്തിന് നിധി അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തിന് ഈ ഒരു കാര്യം സുധീഷിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. നിധി, ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ ഇവിടെ നിന്നും പോകരുത്, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാമെന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി അതൊന്നും തന്നെ കൂട്ടാക്കുന്നില്ല. ഇനി ആരൊക്കെ തന്നെ തടയാൻ വന്നാലും താൻ ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരിക്കും നിധി. അങ്ങനെ നിധി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ആ വീട് വിട്ട് ഇറങ്ങിപ്പോവാണ്. നേരെ ഹോസ്റ്റലിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ചെന്നിട്ട് സുഭാഷേട്ടനെ കൂട്ടിയിട്ട് വാർഡൻ ചെന്നിട്ട് ഗാർഡിയൻ്റെ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നിധി മുഴുവൻ തുക അടച്ചില്ല എന്ന് പറയും. അതോടുകൂടി തന്നെ സുഭാഷേട്ടൻ തന്നെ ആയിരിക്കും കേട്ടോ നിധിയുടെ ഹോസ്റ്റൽ ഫീസെല്ലാം തന്നെ അടക്കുന്നത്. അങ്ങനെ നിധിയെ ഹോസ്റ്റലിലാക്കിക്കൊണ്ട് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ സുഭാഷേട്ടൻ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.